ഹലോ ഫ്രണ്ട്സ്, സൂപ്പർ കൺമണിയുടെ ഇന്നത്തെ പ്രമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ സുമിത്ര സഹദേവനും കൂടി സംസാരിക്കുന്നുണ്ട്. പൊന്നം വീട്ടിൽ തനിക്ക് പരിചയമുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് തന്നെ ഉണ്ടല്ലോ എന്ന് പറയുന്നുണ്ട്. എന്തായാലും ഒരു കൊട്ടേഷൻ തന്നെ വേണ്ടി വരും. കൺമണിയും കൃഷ്ണനെയും തീർക്കാനുള്ള കാര്യങ്ങൾ, പ്രത്യേകിച്ചും കൃഷ്ണനെ എന്ന രീതിയിൽ തന്നെ സുമിത്ര പറയുന്നത്. അതായത് എന്തുകൊണ്ടാണെന്നറിയോ, ആ താലി പൊട്ടിക്കണം എന്ന രീതിയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ മാനസ. അതിന് വേണ്ടിയിട്ട് തന്നെയാണ് സുമിത്ര ഇനി അങ്ങനെ ഒരു പ്രയോഗം നടത്താനായിട്ട് പോകുന്നത്. അതിനുശേഷം തന്നെ മെയിൻ ഗുണ്ടയായിട്ടുള്ള മണിയനെ വിളിച്ചിട്ട് കാര്യങ്ങൾ പറയുന്നു കേട്ടോ. അപ്പോൾ കൃഷും കൺമണിയാണെന്ന് പറയുമ്പോൾ അയാൾക്കിപ്പോൾ ശത്രു അവർ തന്നെയാണ്. അപ്പോൾ കാര്യങ്ങൾ ഒന്നും കൂടി ഈസി ആയി തുടങ്ങാം കേട്ടോ. അതിനുശേഷം തന്നെ കൺമണിയും കൃഷും കൂടി സംസാരിക്കുന്നുണ്ട്. സർ, എനിക്ക് എന്തോ ഒരു അപകടം വരാൻ പോകുന്നത് പോലെ ആകെ ടെൻഷൻ എന്ന് പറയുന്നുണ്ട്. കൺമണി എപ്പോഴും ഇങ്ങനെ ഓരോന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നിട്ടാണ് ഇങ്ങനെയൊക്കെ ടെൻഷൻ വരുന്നത്, അല്ലാതെ ഏത് പ്രശ്നമൊന്നും ഉണ്ടാവില്ല, താൻ വിഷമിക്കേണ്ട എന്നും പറയുന്നുണ്ട് കേട്ടോ. എന്നാലും ഈ പൊന്ന വീട്ടിലൊക്കെ വന്നതല്ലേ, നമ്മുടെ കുറച്ച് റൊമാൻറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കേണ്ടതെന്ന് പറയുന്നു. വേണ്ട സർ, ഇതൊന്നും നടക്കാനായിട്ട് പോകുന്നില്ല എന്ന് പറയാം കേട്ടോ. അതിനുശേഷം ഷീല ചേച്ചി മധുചേട്ടനൊക്കെ അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ മണിയനെക്കുറിച്ച് ചോദിക്കുന്ന സമയത്ത് അയാൾ ജയിലിലാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ കൂടെ എപ്പോഴും ഒരാൾ തന്നെ വേണം, അത്രയും ക്രൂറുള്ള ഒരാളാണ് കേട്ടോ അയാളെന്ന് പറയുന്നു. അതിനുശേഷം തന്നെ മനീനെ അന്വേഷിച്ച് ഒരു കോൺസ്റ്റബിൾ അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. പിന്നീട് ദേവ് സാറിനാണെങ്കിൽ എല്ലാം കൊണ്ടും ഈ മുൻകൂട്ടി ചിന്തിക്കുന്ന കുറച്ച് സ്വഭാവം ഉണ്ടല്ലോ, അത് കാരണം തന്നെ നമ്മുടെ കരീം സാഹിബിനെ വീണ്ടും വിളിച്ചു വരുത്തുന്നു. അതിനുശേഷം പൊന്നമേട്ടിലേക്കാണ് കേട്ടോ സാഹിബ് ഇനി അടുത്ത് പോകുന്നത്. കാരണം കൃഷ്ണൻ കൺമണി അവിടെയാണ് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. എന്തായാലും സാഹിബ് എങ്ങാണ്ടും അങ്ങോട്ടേക്ക് യാത്ര തിരിച്ചിരിക്കുക കേട്ടോ. എന്തായാലും കൺമണിയും കൃഷ്ണനെയും അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റത്തില്ലല്ലോ. അതിനു വേണ്ടി തന്നെയാണ് അവരുടെ രക്ഷകനായി തന്നെ കരീം സാഹിബും അവരുടെ കൂടെ ഉണ്ട്. അവരുടെ മേത്ത് ഒരു മണ്ണ് പോലും വീഴ്ത്താൻ അവർ സമ്മതിക്കില്ല. ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രമോ കഴിഞ്ഞേട്ടോ.